ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് സാബുദാന കിച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു വലിയ ഗ്ലാസ്സിന് നിറച്ച് ചൊവ്വരി എടുത്തിട്ട് നമ്മൾ നന്നായി കഴുകിയിട്ട് രാത്രി കുതിർത്ത് വെക്കണം. ഈ ചൊവ്വരി മുങ്ങത്തക്ക മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, ആവശ്യത്തിൽ കൂടുതൽ ഒഴിക്കാൻ പാടില്ല. ചൊവ്വരി ജസ്റ്റ് മുങ്ങി നിൽക്കണം, അത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് കുതിർത്തുക. ഈ കുതിർന്ന ചൊവ്വരിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൊവ്വരി കുതിർന്നോ എന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ അമുക്കുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോവും, അതാണ് അതിൻ്റെ പാകം. ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കാൻ അടുപ്പിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിൽ 3-4 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നിലക്കടലയുടെ തൊലിയൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ അതിനെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഈ പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നിലക്കടല ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കണം. കടല ഒന്ന് തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കടല ഒന്ന് പൊട്ടും. അപ്പോൾ ഈ കടല എടുത്ത് കോരി മാറ്റി വെച്ച് അതിൽ നമ്മൾ ചെറുതായി അരിഞ്ഞ് ഒരു 1.5 ഉരുളക്കിഴങ്ങ് ചേർത്തി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിനെയും കോരി മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് 2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം, സാദാ ജീരകം. ജീരകം പൊട്ടുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസിൻ്റെ തീ ഇത്തിരി ചുരുക്കി വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചൊവ്വരി ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഇത് ഓപ്ഷണലാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും ഉരുളക്കിഴങ്ങും അതിൽ ചേർക്കണം. പിന്നെ ഒരു പകുതി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടോ തോന്നിയാൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, ഒരുപാട് ഒഴിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പ് പാകമെന്നൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റും കൂടെ വേവിക്കുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സാബുദാന കിച്ചടി 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.